ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ പരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ? അതെ, നമ്മൾ വിവാദമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന വളരെ ഗംഭീരമായിട്ടുള്ളൊരു ആനക്കൊമ്പിൻ്റെ ഒരു മോഡലിംഗ്, അതായത് ഒരു ഡെക്കോറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. അതായത് ഒരു സാമാന്യ ഒരു വലിയ പീസ് എടുത്തിട്ട് അതിന് തന്നെ രണ്ടായിട്ട് മടക്കുകയോ അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിലൊരു ആനക്കൊമ്പിൻ്റെ ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കണം. ഏകദേശം ഒരു ഷേപ്പ് അറിയായിരിക്കുമല്ലോ നമുക്കൊരു കൊമ്പിൻ്റെ. അങ്ങനെ ആനക്കൊമ്പിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഫുൾ ആ ഷേപ്പിൽ 2 പീസ് വേണം. അതായത് ഇങ്ങനെ 2 കൊമ്പിങ്ങനെ വന്നിരിക്കുന്ന മോഹൻലാലിൻ്റെയൊക്കെ വീട്ടിൽ കണ്ടിട്ടില്ലേ, അതുപോലെ. അങ്ങനെ നമ്മളത് 2 കൊമ്പ് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് പീസിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിച്ചിരി പഫി ആയിട്ടിരിക്കണമല്ലോ ഇത് കൊമ്പായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ തെർമോക്കോൾ ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, തെർമോക്കോളിൻ്റെ വേറൊരു ടൈപ്പ്, അങ്ങനത്തെ സ്പോഞ്ചാണ് നമ്മളിതിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ 2 കൊമ്പും കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊമ്പിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്പോഞ്ച് പോലത്തെ സാധനം നമ്മുടെ ഈ കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോഴേ, ഈ ഡെസ്ക്ടോപ്പൊക്കെ വാങ്ങുമ്പോഴത്തേക്കിനും അത് കേടുപാട് തട്ടുമുട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സിനകത്ത് വരുന്നതാണ് ഈ സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫുൾ കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആസോ ബ്ലേഡ് വെച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിത് ഫുള്ള് ഈ കൊമ്പിലോട്ട് ഒട്ടിച്ചെടുക്കണം. ചെറിയ പീസാക്കുന്നത് ഈ വളവൊക്കെ ഉള്ളതുകൊണ്ടാണ് ചെറിയ പീസാക്കിയിട്ട് ഇതിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊമ്പിൻ്റെ ഷേപ്പിന് ലെവൽ ചെയ്തിട്ട് മുകൾ ഭാഗത്ത് നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് ബോൾ ചെയ്തപ്പോഴത്തേക്കിനും ലെവൽ ചെയ്തില്ലേ, റൗണ്ട് ആക്കിയില്ലേ, അതുപോലെ ഇച്ചിരി ഒരു കർവ് ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് അതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു ചെറുതായിട്ടൊരു കർവ് ഷേപ്പിൽ. നമ്മളിത് ഒരു ഇതിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇനി ഈ ആസോ ബ്ലേഡ് വെച്ച് തന്നെ ഇതിനെ ഫുൾ ലെവൽ ചെയ്ത് കൊടുക്കണം. അതായത് ഈ നമ്മൾ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൻ്റെ ഷേപ്പിലോട്ട് ആക്കി ഇതിനെ എടുക്കണം. അങ്ങനെ പോലെ തന്നെ 2 കൊമ്പ് നമുക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്കിതുപോലത്തെ ഒരു വെള്ള തുണിയോ നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും, അതായത് നമ്മുടെ അമ്മമ്മമാരുടെയൊക്കെ മുണ്ടോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ ഇതുപോലത്തെ നല്ല വൈറ്റായിട്ടുള്ള ക്ലോത്തില്ലേ, അതിലൊരു 3 or 4 ഇഞ്ച് വീതിക്ക് നമ്മളിതുപോലത്തെ നീളത്തിന് കുറച്ച് തുണി വെട്ടിയെടുക്കണം. ഇനി ഈ തുണി വെച്ചിട്ട് നമ്മളതിൻ്റെ പുറത്ത് കവർ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് വെച്ചാൽ ഒരു ഭംഗി കിട്ടില്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു തുണി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടിത് ഫുള്ളായിട്ട് നമ്മൾ ആ കൊമ്പിൻ്റെ പുറത്ത് നമ്മൾ ഒട്ടിച്ചതിൻ്റെ പുറത്ത് ഇതേപോലത്തെ രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കണം. ഇനി ചുറ്റി കൊടുത്താൽ മാത്രം പോരാ, ഇതിങ്ങനെ കട്ടിങ്സ് പോലെ കിടക്കുന്നുണ്ടല്ലേ, ഇത് അവിടെ ആയിട്ട് ഇങ്ങനെ ഓരോ നമ്മൾ ചുറ്റി വന്ന രീതിക്ക്. അപ്പോൾ അതിൻ്റെ വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് തന്നെ വെച്ചിട്ട് നീളത്തിനൊരു തുണി എടുത്തിട്ട് ഇങ്ങനത്തെ രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതായത് ഒറ്റ തുണിയായിട്ട് കവർ ചെയ്ത് നമ്മുടെ വുഡ് ഫിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മളിതിനെ ഫുൾ കവർ ചെയ്ത് 2 കൊമ്പും ഇതുപോലെ തന്നെ ഫുൾ കവർ ചെയ്തെടുക്കണം. നമ്മളിത് ഒട്ടിക്കുമ്പോഴത്തേക്കും ഇത്രത്തോളം എല്ലാ സൈഡും ഇത്രത്തോളം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിനാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള അതിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇത് താഴെ മുതൽ ഇങ്ങനെ അറ്റം വരെയുള്ള പോർഷനിൽ നമ്മൾ ടൈറ്റായിട്ട് ആ തുണിയെ വലിച്ച് പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു കൊമ്പ് അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മറ്റേ കൊമ്പും കൂടെ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോൾഡൻ പേപ്പറാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഓടക്കുഴൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എടുക്കില്ലേ, ഒരു ടൈപ്പ് ഇങ്ങനെ പേപ്പർ പോലത്തെ ഗോൾഡൻ കളർ പേപ്പർ. കറണ്ട് പോയിട്ട് അതാണ് വെട്ടം പോയത്. അപ്പം ഇതുപോലത്തെ നമുക്കിങ്ങനെ ഒരു 3 പീസ് വേണം. അതായത് ഏറ്റവും താഴെ വയ്ക്കാനും സെൻറ്ററിലൊരു സ്ട്രിങ് പോലെ കൊടുക്കാനും മേൽ ഭാഗത്ത് കൊമ്പിൻ്റെ തുമ്പറ്റില്ലേ അത് കവർ ചെയ്യാനും. ഇതാണ് അങ്ങനത്തെ 3 പീസ്. അപ്പോൾ ഇതിലാണെങ്കിൽ ഇനി നമുക്കൊരു ബേസ് വേണം. നമ്മുടെ കൊമ്പിരിക്കുന്ന ഒരു ബേസ് വേണമല്ലോ നമുക്ക് മേശപ്പുറത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ 2 പീസ് കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അതിൽ നമ്മൾ ഈ റെഡ് കളർ പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഈ 2 പീസിനെ ഞാൻ പശ വെച്ചിട്ടല്ല, നമ്മുടെ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത്. ഈ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മുടെ റെഡ് കളർ പേപ്പർ പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം.
നമ്മുടെ ഇത് പേപ്പർ ഫുള്ളായിട്ട് ഇതിൽ കവർ ചെയ്തെടുക്കണം. സൈഡ് പോർഷനും കൂടെ ഒന്ന് കറക്റ്റ് വൃത്തിക്കൊന്ന് നമ്മളിതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചതിന് ശേഷം ഇതാണ് നമ്മുടെ ബേസ്. ഇതിൻ്റെ പുറത്ത് വേണം നമുക്കിനി നമ്മുടെ കൊമ്പ് ഒട്ടിച്ച് വെക്കേണ്ടത്, നിർത്തേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഗോൾഡൻ പേപ്പറെല്ലാം നമുക്കിതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ താഴ്ഭാഗത്ത് വയ്ക്കുന്നതിൽ വെറും ഇങ്ങനെ സ്ട്രെയിറ്റ് റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറുതായിട്ട് ഇങ്ങനത്തൊരു ഇത് ഇങ്ങനെ കൊമ്പല്ലല്ലോ, ഇങ്ങനെ ഗോപുരം പോലെ വരുന്നത് ഒരു ഡിസൈൻ ജസ്റ്റ് നമ്മളിങ്ങനെ റാ വരച്ചു കൊടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കിന് ആ റെക്റ്റാങ്കിൾ പോലെ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു വൃത്തിയായിട്ട് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മളിനി ഇത് രണ്ട് കൊമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം ഈ താഴ്ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട്, ഇതിന് ഞാൻ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രശ്നമില്ല, ഇത് പേപ്പറും പിന്നെ തുണി തന്നെയല്ലോ, അതിലൊട്ടിക്കോളും. ഇത് നമ്മൾ ഈ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ നടുക്കൽ ഏകദേശം ഈ മുകൾ ഭാഗത്തോട്ട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പേപ്പർ ഒരു ലൈൻ പോലെയും, പിന്നെ ടോപ്പിൽ നമ്മുടെ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, ചെറിയ പേപ്പർ, അതിനെ നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ നമുക്ക് കടല വാങ്ങുമ്പോൾ ഇങ്ങനെ കോണായിട്ട് ചുറ്റി തരൂലേ, അതുപോലെ ചുറ്റി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ തുമ്പിൽ ഭാഗത്ത്, കൊമ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫുൾ നമ്മുടെ കൊമ്പിൻ്റെ ഡെക്കറേഷൻ വർക്ക് ഫുള്ള് കഴിയും. മാക്സിമം ചുളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ രണ്ട് കൊമ്പിൽ ഒട്ടിച്ചെടുത്തിട്ട് നമ്മളതിനെ ഈ ബോർഡിലോട്ട് ഒട്ടിച്ചു കൊടുത്തതാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. താങ്ക്